കുമ്പളങ്ങി നൈറ്റ്സിൽ ഫഹദ് ചെയ്ത ഷമ്മി എന്ന കഥാപാത്രം ഏറെ ചർച്ചയായ ഒന്നായിരുന്നു. അപരിചിതർക്ക് മുന്നിൽ ഒരു പെർഫെക്റ്റ് ഇമേജ് ഉണ്ടാക്കി അടുപ്പക്കാർക്ക് മേൽ കൊടും ഭീകരത അഴിച്ചുവിടുന്ന ഒരു ടിപ്പിക്കൽ സൈക്കോ. ഷമ്മിയെ പോലെ സൈക്കോ മാനറിസങ്ങളുള്ള ഒരാളെ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മളൊരു വാർത്തയിൽ കണ്ടു. ഷാർജയിൽ ജീവനൊടുക്കിയ കൊല്ലം സ്വദേശിനി അതുല്യയുടെ കേസിൽ ഭർത്താവിൽ നിന്ന് അതിക്രൂരമായ പീഡനങ്ങളാണ് അതുല്യ നേരിട്ടത് എന്ന് പറഞ്ഞാൽ അതൊരു അണ്ടർസ്റ്റേറ്റ്മെന്റ് ആയി പോകും. കാരണം ആ ക്രൂരതകളുടെ ആഴം വിവരിക്കാൻ വാക്കുകൾക്ക് കഴിയില്ല. ദേഷ്യം വന്നാൽ, മദ്യപിച്ചാൽ, ഫ്രസ്ട്രേഷൻ തീർക്കാനൊക്കെ ഭാര്യയെ ഉപയോഗിക്കുന്ന മെയിൽ ഈഗോയുടെ മൂർത്തിമത് ഭാവമാണ് അതുല്യയുടെ ഭർത്താവ് സതീഷ്, ഒരു റിയൽ ലൈഫ് ഷമ്മി. കുമ്പളങ്ങി നൈറ്റ്സിന്റെ ക്ലൈമാക്സിൽ ഷമ്മിയെ പിടിച്ചുകെട്ടി ആ സ്ത്രീകളുടെ ജീവിതം സേഫ് ആക്കി വയ്ക്കുന്ന ഒരു ഹോപ്പ് തരുന്നുണ്ട് സിനിമ. പക്ഷേ യഥാർത്ഥത്തിൽ ഭർത്താവിന്റെ ഭയാനകമായ ക്രൂരതകൾ സഹിക്കാനാവാതെ വെറും 30 വയസ്സ് മാത്രം പ്രായമുള്ള അതുല്യ ഫാനിൽ കെട്ടിയ ഒരു കുരുക്കിൽ ജീവനൊടുക്കി. ആ സംഭവമാണ് ഇന്ന് ജനറൽ ഡയറി പരിശോധിക്കുന്നത്. സ്വാഗതം. അടിവസ്ത്രം മുഖത്തേക്ക് വലിച്ചെറിയുക, മൂത്രം കുടിപ്പിക്കുക, കസേരയടക്കമെടുത്ത് പൊതിരെ തല്ലുക. ദുബായിൽ എഞ്ചിനീയറായ സതീഷ് ഭാര്യ അതുല്യോട് പെരുമാറുന്നത് ഇങ്ങനെയൊക്കെയാണ്. സ്നേഹം കൂടുമ്പോൾ താൻ അവളെ അടിക്കാറുണ്ടെന്ന് അതുല്യയുടെ മരണശേഷം കൺഫസ് ചെയ്യുകയും ചെയ്തു അയാൾ. ഭാര്യയെ കുഞ്ഞ് എന്ന് വിളിച്ച് മാധ്യമങ്ങൾക്ക് മുന്നിൽ പൊട്ടിക്കരഞ്ഞാണ് അതുല്യയുടെ മരണ വാർത്തയോട് സതീഷ് പ്രതികരിച്ചത്. പക്ഷേ ഈ കാട്ടിക്കൂട്ടലുകൾക്കൊക്കെ മുൻപ് ഇയാളുടെ മറ്റു ചില പെർഫോമൻസുകൾ പുറത്തെത്തിയിരുന്നു. മരിക്കുന്നതിന് മുൻപ് താൻ അനുഭവിച്ച ക്രൂരതകൾ ലോകമറിയാൻ അതുല്യ തന്നെ ഷൂട്ട് ചെയ്ത ചില ഫൂട്ടേജുകൾ. മദ്യപിച്ചെത്തി തന്റെ ദേഷ്യം അത്രയും അതുല്യയ്ക്ക് മേൽ തീർക്കുന്ന സതീഷായിരുന്നു ആ ഫൂട്ടേജുകളിലൊക്കെയും. സ്ഥിര മദ്യപാനിയായിരുന്നു സതീഷ്. ഓഫീസിലൊക്കെ മദ്യപിച്ചെത്തി പ്രശ്നമുണ്ടാക്കിയതിന് പലതവണ താക്കീത് കിട്ടിയിട്ടുണ്ട്. മദ്യപിച്ചാലും ഇല്ലെങ്കിലും അതുല്യ ഉപദ്രവിക്കാൻ സതീഷിന് കാരണങ്ങൾ പലതുണ്ടാകും. ഷൂലേസ് കെട്ടിക്കൊടുത്തില്ല, കർച്ചീഫ് അലക്കിയില്ല, താൻ നോക്കിയെടുത്ത് അതുല്യെ കണ്ടില്ല, അങ്ങനെ. ഓഫീസിൽ പോകുമ്പോൾ രാവിലെ തൊട്ട് വൈകിട്ട് വരെയുള്ള ഭക്ഷണം അതുല്യ ഉണ്ടാക്കി കൊടുക്കണം, അതും പുലർച്ചെ 5:30. ഇതിലെന്തെങ്കിലും വീഴ്ച വരുത്തിയാലോ അല്ലെങ്കിൽ സതീഷിന് ഇഷ്ടപ്പെടാത്ത എന്തെങ്കിലും കണ്ടാലോ പിന്നെ പൊതിരെ അടിയാണ്. കയ്യിൽ കിട്ടുന്നത് എന്തും അതുല്യയുടെ മുഖത്തേക്ക് അയാൾ വലിച്ചെറിയും, അത് കസേരയോ ടേബിളോ ആണെങ്കിൽ പോലും. സംശയരോഗവും ഉണ്ടായിരുന്നു സതീഷിന്. തങ്ങളൊക്കെ വിളിച്ചാൽ ഫോൺ സ്പീക്കറിലിട്ട് മിണ്ടാതെ മാറി നിന്ന് കേൾക്കുമെന്ന് അതുല്യ പറഞ്ഞതായി ഓർക്കുന്നുണ്ട് സുഹൃത്തുക്കൾ. ഫോൺ വെച്ച് കഴിഞ്ഞാൽ ഉപദ്രവം തുടങ്ങും. കാരണമൊന്നും വേണ്ട, ചിലപ്പോൾ അതുല്യ ഒന്ന് ചുമച്ചാൽ പോലും മതി. സതീഷിന്റെ 18ാം വയസ്സിലാണ് അതുല്യ വിവാഹം കഴിക്കുന്നത്. നിശ്ചയം കഴിഞ്ഞതിന് പിന്നാലെ തന്നെ സതീഷിന്റെ സ്വഭാവം പലരും പറഞ്ഞറിഞ്ഞിരുന്നു അതുല്യയും വീട്ടുകാരും. വിവാഹത്തിൽ നിന്ന് പിന്മാറാനും തീരുമാനിച്ചതാണ്. പക്ഷേ സതീഷിന്റെ അമ്മ വീട്ടിൽ വന്ന് കാല് പിടിച്ചതോടെ ഇവരുടെ മനസ്സലിഞ്ഞു. കുഞ്ഞുണ്ടായി കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഉപദ്രവം സഹിക്ക വയ്യാതെ ബന്ധത്തിൽ നിന്ന് ഒഴിയാൻ അതുല്യ ആലോചിച്ചിരുന്നു. എന്നാൽ സതീഷിൽ നിന്നും ഇയാളുടെ വീട്ടുകാരിൽ നിന്നും ഇമോഷണൽ ബ്ലാക്ക് മെയിലിംഗ് ഉണ്ടായി. ബന്ധം വേർപിരിഞ്ഞാൽ അതുല്യയുടെ വീട്ടിലെ കിണറ്റിൽ ചാടി മരിക്കുമെന്നടക്കം സതീഷിന്റെ അമ്മ പറഞ്ഞതായാണ് വിവരം. ബന്ധം വേർപെടുത്തിയാൽ നിന്നെയും കുഞ്ഞിനെയും കൊന്ന് ഞാനും ചാവുമെന്ന് സതീഷ് പറഞ്ഞതായി അതുല്യയുടെ സുഹൃത്ത് വെളിപ്പെടുത്തിയിട്ടുമുണ്ട്. ഇതൊക്കെ കൊണ്ട് തന്നെ വിവാഹ ബന്ധത്തിൽ ആകെ കൂടി ട്രാപ്ഡ് ആയിരുന്നു അതുല്യ. എത്ര ഉപദ്രവിച്ചാലും ഭർത്താവല്ലേ, താൻ സ്നേഹിക്കുന്ന ആളല്ലേ എന്നൊക്കെയുള്ള ആ ഒരു സ്റ്റോക്ക്ഹോം സിൻഡ്രോം അവസ്ഥ, ഇമോഷണൽ ഡിപ്പെൻഡൻസിന്റെ ഒക്കെ ഏറ്റവും ഉയർന്ന ലെവൽ. പലതവണ വീട്ടിൽ വന്ന് നിന്നപ്പോഴും സതീഷ് വന്ന് വിളിച്ചപ്പോൾ ഒന്നും പറയാതെ അതുല്യ പോയി എന്നാണ് വീട്ടുകാർ പറയുന്നത്. തന്നെയല്ല, 10 വയസ്സുള്ള മകളെ ഓർത്ത് എല്ലാം സഹിക്കുകയായിരുന്നു യുവതി. ഈ കുട്ടി നാട്ടിൽ അതുല്യയുടെ വീട്ടിൽ നിന്നാണ് പഠിക്കുന്നത്. അച്ഛനോടും അമ്മയോടും ഒന്നും പല കാര്യങ്ങളും അതുല്യ പറഞ്ഞിരുന്നില്ല. പക്ഷേ ഷാർജയിൽ തൊട്ടടുത്ത് തന്നെ താമസിക്കുന്ന സഹോദരി അഖിലയോട് അതുല്യ എല്ലാ വിവരങ്ങളും പങ്കുവെക്കുമായിരുന്നു. ഇവർ പോലീസിൽ പരാതിപ്പെടാം എന്ന് പറയുമ്പോഴൊക്കെ സതീഷിന്റെ ജോലി പോകും, ജീവിതം തകരും എന്നൊക്കെ പറഞ്ഞ് അതുല്യ പിന്തിരിപ്പിക്കുകയായിരുന്നു പതിവ്. പക്ഷേ ക്രൂരതകൾ സഹിക്കവയ്യാതായതോടെ കഴിഞ്ഞിടയ്ക്ക് ഷാർജ പോലീസിൽ അതുല്യ പരാതി നൽകിയിരുന്നു. എന്നാൽ ആ പരാതിയിൽ തീരുമാനമാകുന്നതിന് മുൻപേ ആയിരുന്നു ജീവനെടുക്കാനുള്ള യുവതിയുടെ തീരുമാനം. മരണത്തിന്റെ തൊട്ടു മുൻപാണ് സതീഷ് തന്നെ മർദ്ദിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ അഖിലയ്ക്ക് അതുല്യ അയച്ചു കൊടുക്കുന്നത്. ബിരുദധാരിയായിരുന്നു അതുല്യ. ജോലി ചെയ്യാൻ ഏറെ ആഗ്രഹമുണ്ടായിരുന്നെങ്കിലും സതീഷ് സമ്മതിച്ചിരുന്നില്ല. പക്ഷേ ഏറെ നാളത്തെ കാത്തിരിപ്പിനൊടുവിൽ മുവൈലയിലെ സഫാരി മാളിൽ ജോലിക്ക് പോകാൻ സതീഷ് സമ്മതിച്ചു. എന്നാൽ ഈ ജോലിയിൽ പ്രവേശിക്കേണ്ട ദിവസം തന്നെ അതുല്യ ജീവനൊടുക്കി. അതും അന്ന് അതുല്യയുടെ പിറന്നാൾ കൂടിയായിരുന്നു. ജോലിക്ക് പോകാൻ ഏറെ ആഗ്രഹിച്ചിരുന്ന അതുല്യ പിടിച്ചു നിൽക്കാൻ പറ്റാതെ വന്നപ്പോഴാകണം ജോയിൻ ചെയ്യേണ്ട ദിവസം തന്നെ ജീവനൊടുക്കിയത് എന്നാണ് സുഹൃത്തുക്കളും ബന്ധുക്കളും ഒക്കെ കരുതുന്നത്. അതുല്യയുടെ മരണം പ്രത്യേക സംഘമാണ് അന്വേഷിക്കുന്നത്. ചവറ തെക്കുംഭാഗം ഇൻസ്പെക്ടർ എസ് ശ്രീകുമാറിന്റെ നേതൃത്വത്തിലുള്ള 8-അംഗ സംഘത്തിനാണ് അന്വേഷണ ചുമതല. അതുല്യയുടെ മരണത്തിൽ സതീഷിനെതിരെ തെക്കുംഭാഗം പോലീസ് കേസെടുത്തിരുന്നു. കൊലപാതക കുറ്റത്തിന് പുറമെ സ്ത്രീധന പീഡനം, കൈകൊണ്ടും ആയുധം കൊണ്ടും ശരീരത്തിൽ മാരകമായി പരിക്കേൽപ്പിക്കൽ തുടങ്ങിയ 6ലധികം വകുപ്പുകളും ചുമത്തിയിട്ടുണ്ട്. പരാതികൾക്ക് പിന്നാലെ ഷാർജയിലെ കമ്പനിയിൽ നിന്ന് ഇയാളെ പിരിച്ചുവിടുകയും ചെയ്തു.
അതുല്യയുടെ മരണത്തിന് പിന്നാലെ അതുല്യ തന്നെയാണ് ഉപദ്രവിക്കുന്നത് എന്ന വിചിത്രവാദവുമായി സതീഷ് രംഗത്തെത്തിയിരുന്നു. അതുല്യയുടെ മരണത്തിൽ ദുരൂഹതയുണ്ടെന്നും അതുല്യ ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ല എന്നുമൊക്കെ കരഞ്ഞു പറയുകയും ചെയ്തു. എന്നാൽ ഇതൊക്കെയും ഇയാളുടെ മീഡിയോക്കർ നാടകങ്ങളാണെന്നാണ് അതുല്യ നേരിട്ട പീഡനങ്ങളുടെ നേർക്കാഴ്ചകൾ വ്യക്തമാക്കുന്നത്.